പ്രകൃതി ദുരന്തം തീർത്ത ആഘാതത്തിൽ നിന്നും കരകയറുന്ന മനുഷ്യരുടെ അതിജീവനത്തിന്റെ മാതൃകകൾ വയനാട്ടിൽ നിന്നുൾപ്പെടെ എന്നും കേൾക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അതിജീവനത്തിന് അവർക്ക് കരുത്തു പകരുന്നവയാണ്. അതിൻ്റെ നേർക്കാഴ്ചകൾ ചലനം എന്ന ഹ്രസ്വചിത്രത്തിലൂടെ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബെൻഹിൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിൽ എന്നും വൈകിയെത്തുന്ന ബോബി എന്ന വിദ്യാർത്ഥിയുടെ ജീവിത പശ്ചാത്തലത്തിലൂടെയാണ് ചലനം ഹ്രസ്വചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. ക്ലാസ് മുറിയിൽ നിന്നും മറ്റാരും കാണാതെ അവൻ പേഴ്സെടുത്ത് അതിൽ സൂക്ഷിച്ച പെൺകുട്ടിയുടെ ചിത്രം സ്ഥിരമായി നോക്കുന്നത് സഹപാഠികൾ കണ്ടുപിടിക്കുന്നു. അവർ അധ്യാപകരെ വിവരമറിയിക്കുന്നു. ഏതാണ് ആ പെൺകുട്ടി എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഏവരെയും നൊമ്പരപ്പെടുത്തുന്ന ദുരന്തത്തിന്റെ കഥ വെളിപ്പെടുന്നത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കായാണ് ഇരിട്ടി ബെൻഹിൽ സ്കൂൾ അധികൃതർ ഈ ചിത്രം സമർപ്പിക്കുന്നത്. ഫാദർ സന്തോഷ് തോമസും ഛായാഗ്രാഹകനായ സുബിൻ മാത്യുവും ചേർന്നാണ് ചലനം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ വയനാട്ടിലെ ദുരന്തം അനുഭവിച്ചവർക്ക് അതിൽ മരിച്ചുപോയവരോടുള്ള ആദരാഞ്ജലിയും അതോടൊപ്പം തന്നെ ദുരന്തം അനുഭവിക്കുന്നവരോടുള്ള ഒരു സഹാനുഭൂതിയും കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണിത്. ദുരന്തം അനുഭവിക്കുന്ന ഒരു കുട്ടിയെ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഒരു സിനിമയാണ്, ഹ്രസ്വചിത്രമാണ് ഇത്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ ഒരുക്കിയതാണ് ഈ ഹ്രസ്വചിത്രം. പ്രകൃതി തീർക്കുന്ന വിധിക്ക് മുൻപിൽ നിസ്സഹായരായ മനുഷ്യരുടെ അവസ്ഥ ചലനം പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ കുഞ്ഞു ചിത്രം പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്നു. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ക്യാമറയ്ക്ക് മുൻപിൽ അഭിനേതാക്കളായി എത്തിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.